ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചമ്മിയസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായി. ചെറുതായിട്ട് പനിയൊക്കെ അടിച്ചതിൻ്റെ പേരിലാണ് വീഡിയോ ആയിട്ടൊന്നും വരാത്തത്. ഇപ്പോൾ സുഖമാണ്. അപ്പോൾ നിങ്ങൾക്കും സുഖമാണെന്നാണ് വിശ്വാസം. അപ്പോൾ നമുക്ക് ഇന്ന് എന്താ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള മസാല കപ്പലണ്ടിയാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മളിത് കടയിൽ നിന്നാണ് വാങ്ങാറുള്ളത്. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മസാല കപ്പലണ്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് 250 ഗ്രാം കപ്പലണ്ടിയാണ്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത കപ്പലണ്ടിയെന്നോ പച്ച കപ്പലണ്ടിയെന്നോ അങ്ങനെയൊന്നുമില്ല, ഏത് കപ്പലണ്ടി ആയാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഇനി നമുക്കൊരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇതിന് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മാവെല്ലാം ഇതിൽ നല്ലതുപോലെ പിടിച്ചിട്ട് വരും. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതുപോലെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. നമ്മുടെ കപ്പലണ്ടിക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ കടലമാവ് കാണും. 50 ഗ്രാം കടലമാവാണ്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിമാവ് കൂടി ചേർക്കുകയാണ്. നമ്മൾ ഈ അരിമാവ് ചേർക്കുന്നത് കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയെല്ലാം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇത് പിരിയമുളകാണ്, അതിൻ്റെ പേരിലാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ മതിയാവും. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകമാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ മസാല കപ്പലണ്ടിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി മാത്രമായിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടിട്ടാലും മതിയാവും. ഒരു പിഞ്ച് കായപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ കായപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. ഇത് ഇത്രയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി വെച്ചിരുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി ഇപ്പോൾ നല്ലതുപോലെ കുതിർന്നിട്ട് വന്നിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു അളവിൽ ഞാനൊരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം കൂടിപ്പോകണ്ട, കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് വെള്ളം ആകരുത്. ഒരുപാട് വെള്ളമായി പോയാൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിട്ടിരിക്കും. ഓരോ കപ്പലണ്ടി ആയിട്ട് കിട്ടില്ല, അതിൻ്റെ പേരിലാണ്. എങ്ങാനും വെള്ളം ഒരല്പം കൂടിപ്പോയാൽ ഒരല്പം മാവിട്ടിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതിയാവും. നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഇതിൽ ചേർക്കരുത്, എങ്കിൽ നല്ലതുപോലെ കുഴഞ്ഞിട്ട് പോവും. അതിൻ്റെ പേരിൽ ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതിയാവും. ഒരുപാട് സമയമൊന്നും നമ്മൾ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ അത് കുഴച്ചിങ്ങ് എടുക്കാൻ പറ്റും നമുക്ക്. ഇനി നമ്മൾ ഇതൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അത്രയും സമയം കൊണ്ടിട്ട് ഇതിൽ നല്ലതുപോലെയൊക്കെ മസാല പിടിച്ചിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. ഓയിലിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതിയാവും. പക്ഷേ എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വേണം നമ്മളിത് ഇടാനായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് വെള്ളം ചേർക്കരുത്. വെള്ളം നല്ലതുപോലെ കുറച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ് ഈ മസാല കപ്പലണ്ടി. കപ്പലണ്ടി ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടം കാണും. ഇതും മിക്കവാറും നമ്മളിത് കടയിൽ നിന്നാണ് വാങ്ങി കഴിക്കാറുള്ളത്. പക്ഷേ ഇത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ തന്നെ ഇത് നല്ലതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ മസാല കപ്പലണ്ടി നല്ലതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് എടുക്കാം.
നമ്മുടെ മസാല കപ്പലണ്ടി എല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു അല്പം കറിവേപ്പില കൂടി എണ്ണയിലേക്ക് ഇട്ടിട്ട് അതുകൂടി ഫ്രൈ ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർക്കാം. നല്ല ചൂട് ചായയുടെ കൂടെ ഈ മസാല കപ്പലണ്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങൾക്കിത് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷമ്മീസ് കിച്ചൻ.